പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആചരിക്കുക ഞായറാഴ്ചയാണ്. അപ്പോൾ 3 ദിവസം വെള്ളി, ശനി, ഞായർ വളരെ ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്നത് നല്ലതാണ്. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? അത് കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. നമുക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കുക അത്ര എളുപ്പമല്ല. കൗദാശിക ജീവിതം നയിക്കുക എളുപ്പമല്ല. അതിന് കുറച്ച് ത്യാഗമുണ്ട്. ആ ത്യാഗത്തോടു കൂടി പോയാൽ മാത്രമേ നമുക്ക് ഈ കൗദാശിക ജീവിതം വളരെ റെഗുലറായിട്ട് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. മാമോദീസയിലൂടെ പൊതുപൗരോഹിത്യത്തിൽ അംഗങ്ങളായ നമുക്ക് ആ ഒരു ത്യാഗം എടുക്കണം. പൗരോഹിത്യം, അതിൽ ത്യാഗമുണ്ട്. ഈശോ നിത്യപുരോഹിതൻ, ഈശോ ത്യാഗമെടുത്തത് കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാനുള്ള വിളിയുണ്ട്. അതുകൊണ്ട് കൗദാശിക ജീവിതം ഒരു ഈസി ഗോയിങ് അല്ല, അതൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ്. അതിന് ത്യാഗമുണ്ട്. ആ ത്യാഗമെടുക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിലാശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കും. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രസംഗിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു. അവർ ഹെബ്രായരാണോ? ഞാനും അതെ. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും അതെ. അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ? ഞാനും അതെ. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തിനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗൃഹവാസം അനുഷ്ഠിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുമിരിക്കുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിലും നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിലും നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിലും നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. നീതിമാന്മാരെ സകലവിധ കഷ്ടതകളിലും നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. നീതിമാന്മാരെ സകല കഷ്ടതകളിലും നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക. പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക. രണ്ടർത്ഥത്തിൽ അത് മനസ്സിലാക്കാം. ഒന്ന്, കൗദാശിക ജീവിതം നയിക്കുക. പരിശുദ്ധ കുർബാനയുടെ ജീവിതം എന്ന് പറയുമ്പോൾ കൂടെ കൂടെ കുമ്പസാരിക്കുക, ഞായറാഴ്ച ആചരിക്കുക, കുർബാന സ്വീകരിക്കുക, സഭയോട് ചേർന്ന് കൗദാശിക ജീവിതം നയിക്കുക. അതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അർത്ഥം. പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക. നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ കുർബാനയുടെ ഒരു സംസ്കാരം ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ കുർബാന സ്വീകരിക്കുന്നവർ അവരുടെ എണ്ണം കൂടട്ടെ. കൂടെ കൂടെ കുമ്പസാരിക്കുന്നവരും ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകമുണ്ടാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:24 ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്നവരാണ്. ഭോഷൻ ദൈവകാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കാത്തവനും. അതുകൊണ്ടാണല്ലോ അറപ്പുര പൊളിച്ച് ധാന്യങ്ങൾ ശേഖരിച്ച് വെച്ച് തിന്നുകുടിക്കുക, ജീവിതാവസാനം വരെയുള്ളവർ ഒക്കെ ആയി എന്ന് ചിന്തിക്കുന്നവനെ ബൈബിൾ വിളിക്കുന്ന പേര് ഭോഷൻ എന്നാണ്. ഇപ്പം ജ്ഞാനി ആരാ? ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്നതിന് ബൈബിളിൻ്റെ ടേമാണ് ജ്ഞാനി. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ഒരു കുടുംബത്തിൽ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കുടുംബത്തിൻ്റെ രക്ഷയാണ്. ഒരിടവകയിലെ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആ ഇടവകയുടെ രക്ഷയാണ്. ഇപ്പം ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കണം. കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കണം. നല്ല ഒരുക്കത്തോടുകൂടെ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം. അങ്ങനെ ദേശത്ത് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ. രണ്ടാമത്തെ അർത്ഥം, പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയർപ്പിക്കുക എന്നതാണ്. ബലിയർപ്പിക്കുക, സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. ഞങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഈശോയുടെ പൊതുപൗരോഹിത്യത്തിൽ അംഗങ്ങളാണ്. പൊതുപൗരോഹിത്യം, കോമൺ പ്രീസ്റ്റ്ഹുഡ്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ വെറുതെ ഗൂഗിളിൽ അടിച്ചാൽ മതി. പൊതുപൗരോഹിത്യം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊതുപൗരോഹിത്യം അത് മാമോദീസയിലൂടെ നമുക്ക് പൊതുപൗരോഹിത്യത്തിൽ അംഗത്വം കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളെല്ലാവരും പുരോഹിതന്മാരാണ്. നല്ല കാര്യമല്ലേ? എല്ലാവരും പുരോഹിതന്മാരാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും വലിയവരും ചെറിയവരും എല്ലാവരും പുരോഹിതന്മാരാണ്. മാമോദീസ സ്വീകരിച്ച ഏതൊരുവനും പുരോഹിതന്മാരാണ്. അത് പൊതുപൗരോഹിത്യമാണ്. അത് ശുശ്രൂഷ പൗരോഹിത്യമല്ല, അത് പൊതുപൗരോഹിത്യമാണ്. പൊതുപൗരോഹിത്യം ഈശോയുടെ പൗരോഹിത്യത്തിൽ നമുക്ക് പങ്കുപറ്റുകയാണ്. മാമോദീസയിലൂടെ ആ രക്ഷയുടെ പ്രതിഷ്ഠാ തൈലം പൂശുമ്പോൾ പറയുന്നത്
പ്രവാചകനും പുരോഹിതനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി ജീവിച്ച് അങ്ങനെയാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. ആദ്യത്തെ തൈലം പൂശുന്നത് ഭൂതോച്ചാടന പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ തൈലം പൂശുന്നത് അത് ശിരസിൽ പൂശിക്കൊണ്ട് പുരോഹിതനും പ്രവാചകനും രാജാവുമായി പ്രിയ ദൈവവൈതലെ നിന്നെ അഭിഷേകം ചെയ്യുകയാണ് സഭ. അപ്പോൾ പൊതു പൗരോഹിത്യത്തിൽ അംഗമാണ്. പുരോഹിതൻ ആരാ? പുരോഹിതൻ ബലിയർപ്പിക്കുന്നവനാണ്. നിത്യപുരോഹിതൻ ആരാ? ഈശോ. ഈശോയുടെ ബലിയർപ്പണം എന്തായിരുന്നു? ഈശോയുടെ ബലിയർപ്പണം വളരെ കഷ്ടസഹനങ്ങൾ ഏറ്റെടുത്തതായിരുന്നു. ഈസിയായിട്ട് കുരിശുമേ കയറി നിന്നതല്ലല്ലോ. കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നിത്യപുരോഹിതനായി ഈശോ ബലിയർപ്പിച്ചത്. അതുകൊണ്ട് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ്. അപ്പോൾ പൊതുപൗരോഹിത്യത്തിൽ അംഗങ്ങളായ നിങ്ങൾ ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നും ബലിയർപ്പിക്കുകയാണ് നിങ്ങൾ. ഒരമ്മ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവിനോടും മക്കളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് അത് സഹനമേറ്റെടുക്കലാണ്. എനിക്കിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ലേ എന്ന് പറഞ്ഞ് കട്ടിലിൽ അങ്ങ് മാറിക്കിടക്കുകയാണെങ്കിലോ കുട്ടികളും വീട്ടുകാരും പട്ടിണിയാവും. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു അമ്മയുടെ അധ്വാനം ബലിയർപ്പണമാണ്. വളരെ വിശ്വസ്തയോടുകൂടെ അമ്മ കുടുംബത്തിന് വേണ്ടി അമ്മ ചെയ്യുന്ന പ്രാർത്ഥനകൾ, അധ്വാനങ്ങൾ അതെല്ലാം ബലിയർപ്പണമാണ്. ഇനി ഒരു അപ്പൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് അത് ബലിയർപ്പണമാണ്. ഒരപ്പൻ ഇങ്ങനെ വിദേശത്ത് പോയിട്ട് വീട്ടുകാരെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ജോലി സമയത്തൊക്കെ ജോലി ചെയ്യാതെ ഇങ്ങനെ, അയ്യോ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് അവരൊക്കെ എന്ത് ചെയ്യായിരിക്കും, ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന പോലെ ഹോം സിക്നെസ്, വീടിനോടുള്ള ഒരു അതിരുകടന്ന സ്നേഹം, അങ്ങനെ പണി ചെയ്യാതിരിക്കുകയാണ്. ജോലി സ്ഥലത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കൂട്ടുകാരൊക്കെ എങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലസമായിട്ട് പണിയെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബനാഥൻ ബലിയർപ്പിക്കുന്നില്ല. ബലിയർപ്പിക്കുക. ജോലിക്ക് പോകാത്ത ഒരാള് ബലിയർപ്പിക്കുന്നില്ല. മടി പിടിച്ച് വീട്ടിലിരിക്കുന്നയാള് ബലിയർപ്പിക്കുന്നില്ല. അപ്പൊ ബലിയർപ്പിക്കുക, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക, അത് ബലിയർപ്പണമാണ്. ഇനി മക്കൾക്ക് പഠിക്കാനായിട്ട് പൈസയൊക്കെ മുടക്കി അവരെ ഓരോ കാര്യങ്ങളിലൊക്കെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴും അവര് ക്ലാസ്സിലൊന്നും പോകാതെ ഉഴപ്പി നടക്കുകയാണെങ്കിൽ അവർ അധ്വാനിക്കുന്നില്ല, അവർ ബലിയർപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു മകനും മകൾക്കും ബലിയർപ്പണമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ബലിയർപ്പണമുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് അത്ര ഈസിയല്ല. പഠിക്കുക ഈസിയല്ല, ജോലി ചെയ്യുക ഈസിയല്ല, എല്ലാ ദിവസവും 8 മണിക്കൂറോളം ജോലി ചെയ്യുക ഈസിയല്ല. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈസിയല്ല. എത്ര വേദന ഉണ്ടായാലും സങ്കടങ്ങൾ ഉണ്ടായാലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ അത് ഈസിയല്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ബുദ്ധിമുട്ട് ഏറ്റെടുക്കുക. ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഏറ്റെടുക്കുക. അപ്പോൾ കൗദാശി ജീവിതം മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും അത് ബലിജീവിതമാണ്. മറിയം ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ തന്നെ മറിയം മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ബുദ്ധിമുട്ട് ഏറ്റെടുക്കലല്ലേ. ഒരു മലമ്പ്രദേശത്തുകൂടെയുള്ള യാത്ര, ജീവിതം അത്ര എളുപ്പമല്ല. ബുദ്ധിമുട്ട് ഏറ്റെടുക്കുക. ഈശോയുടെ കുരിശിന്റെ വഴിയിലൂടെ നടന്നത് ഈസിയാണോ? ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈസി അല്ല. ഇനി കുരിശിന്റെ ചവിട്ടിൽ നിന്നത് അത്ര നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യമല്ല. മരണപ്പെട്ട മകന്റെ മൃതദേഹം മടിയിൽ കിടത്തുന്നത് നിസ്സാര കാര്യമാണോ? അത് നിസ്സാര കാര്യമല്ല. അത് ഉള്ളു പെടഞ്ഞാണ് മാതാവ് അങ്ങനെ ചെയ്തത്. അപ്പം മറിയം സഹനമേറ്റെടുത്തവളാണ്. അതുകൊണ്ടാണല്ലോ വ്യാകുല മാതാവ്, സെപ്റ്റംബർ 15 വ്യാകുല മാതാവിൻ്റെ തിരുനാൾ. 7 മുറിവുകൾ മാതാവിൻ്റെ ഹൃദയത്തെ ഭേദിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ മാതാവ് സഹനം ഏറ്റെടുത്തു. ഇനി ഈശോയെക്കുറിച്ച് യേശയ്യാ പ്രവാചന പുസ്തകത്തിൽ സഹനദാസൻ, ഇന്നത്തെ 1-ാം വായനയിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അപ്പൊ ദാസൻ ആരാ? ദാസൻ കർത്താവിൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവനാണ് ദാസൻ. ഈ പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ട ഉടനെ കർത്താവിനോട് ചോദിക്കുന്നത്, അത് നടപടി പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യം, കർത്താവേ ഞാൻ ഇനി എന്തു ചെയ്യണം?
കർത്താവെ ഞാനിനി എന്ത് ചെയ്യണം? ഇത് ഒരു ദാസന്റെ മനോഭാവമാണ്. മറിയം പറഞ്ഞില്ല, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതൊരു ദാസന്റെ മനോഭാവമാണ്. അങ്ങ് പറഞ്ഞോളൂ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത്. ഞാൻ എനിക്കിഷ്ടമുള്ളതേ ചെയ്യൂ എന്ന് പറയുന്നത് ദാസനല്ല. ആത്മീയ ജീവിതത്തിൽ പള്ളിപ്പോ മകനെ, കുമ്പസാരിക്ക് മകനെ എന്ന് പറയും, എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുകയില്ല എന്ന് പറയുന്നത് ഒരു ദാസന്റെ ജീവിതമല്ല. ജോലിക്ക് പോകാതെ പഠിക്കാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നത് ഒരു ദാസന് ചേർന്നതല്ല. കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത് 4 തവണയാണ് കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ സഹനദാസൻ. അത് യെശയ്യാ 42-ലും 49-ലും 50-ലും 52, 53 അധ്യായങ്ങളിലും കർത്താവിൻ്റെ സഹനദാസനെ കുറിച്ച് പറയുന്നുണ്ട്. ദാസന്റെ രൂപം സ്വീകരിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ദാസന്റെ രൂപം സ്വീകരിച്ചു. അപ്പം ഇത് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. നെഞ്ചിൽ കൈവച്ച് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അങ്ങനെ പറയുന്നതിന് എനിക്കൊരു നാണമില്ല. കാരണം ഞാൻ ദാസനാണ്. ഞാൻ അങ്ങനെ ആളെ കളിപ്പിക്കുന്ന ദാസനല്ല. ഞാനിങ്ങനെ അവിടെ ഇവിടെ തൊട്ട് തൊടിയിച്ച് ചെയ്തു പോയ ദാസനല്ല. ഞാൻ കൃത്യമായിട്ട് ദാസന്റെ കാര്യം ചെയ്തു. അങ്ങനെ ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. കത്തോലിക്ക വിശ്വാസ ജീവിതം നയിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പറയാൻ സാധിക്കുമോ ഇക്കാലം അത്രയും ജീവിച്ചിട്ട് മാമോദീസയിലൂടെ കത്തോലിക്ക വിശ്വാസത്തിൽ ഈശോയുടെ പൗരോഹിത്യത്തിൽ, പൊതു പൗരോഹിത്യത്തിൽ അംഗമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ, ഞാൻ ഇത്രയും നാളും കർത്താവിൻ്റെ മെച്ചപ്പെട്ട ദാസനായി ജീവിച്ചയാളാണ്? പറയാൻ പറ്റുമോ? കുറെ കുഴപ്പിക്കളഞ്ഞില്ലേ? കുറെ ഞായറാഴ്ചകൾ വിട്ടുകളഞ്ഞില്ലേ? കുറെ നാൾ കുമ്പസാരിക്കാതെ നടന്നില്ലേ? കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചില്ലേ? അപ്പൊ എങ്ങനെ പറയാൻ പറ്റും മെച്ചപ്പെട്ട ദാസനാണെന്ന്? ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങൾ, പൗലോസ് അപ്പോസ്തലന്റെ സഹനങ്ങൾ, കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു. അതില് പൗലോസ് പറയുന്ന ഒരു പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. അത് ഞാൻ ഓർത്തു പോവുകയാണ്. നടപടി പുസ്തകം 14-ാം അധ്യായം. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. കാരണം മരിച്ചുപോയെന്ന് കരുതി എന്തൊരു എറിയായിരിക്കും. ഒരാളെ കല്ലെറിഞ്ഞ് മരണവക്ത്രത്തിൽ എത്തത്തക്ക വിധത്തിൽ കല്ലെറിഞ്ഞു. അങ്ങനെ എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ വീണ്ടും അടുത്ത ശുശ്രൂഷ ആരംഭിച്ചു. അപ്പൊ മരണവക്ത്രത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അതെത്രയോ തവണ, പല തവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അത് ഒരു തവണ സംഭവിച്ച കാര്യമാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയെ 40 അടി വീതം, 40 × 5 അടി കൈകൊണ്ടാണെന്ന് തോന്നുന്നു. അടുത്തത് പറയുന്നത് 3 പ്രാവശ്യം വടി കൊണ്ടടിക്കപ്പെട്ടു. അതിൻ്റെ എണ്ണം പറയുന്നില്ല. പിന്നെ പറയുന്നത് 1 പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. അതാണ് ഞാൻ വായിച്ചത്, നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. 1 പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. പിന്നെ കപ്പലപകടത്തിൽ 3 പ്രാവശ്യം അകപ്പെട്ടു. രാത്രിയും പകലും കടലിൽ അത് ഒഴുകി നടന്നു. പിന്നെ തുടരെ കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വ്യാജ സഹോദരന്മാരിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടായി. കുറെ പ്രാർത്ഥന, കുറെ വിശപ്പ്, ജാഗരണം, ഉപവാസം, ഇതെല്ലാം ഇതിലൂടെ ഒക്കെ കടന്നുപോയി. നല്ല പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. അതാണ് ഞാൻ മെച്ചപ്പെട്ട ദാസനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ സഭയിൽ ജീവിക്കുക എന്നത് അങ്ങനെ ഈസി ഗോയിങ് അല്ല. അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. കൗദാശി ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 1-ാം പ്രമാണം അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഈസി അല്ല. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചരട് കെട്ടാനും തൊട്ടിൽ കെട്ടാനും താഴ്ത്തു പൂട്ടാനും ഒക്കെ ആളുകൾ നമ്മളെ പ്രേരിപ്പിക്കും. എനിക്കത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയാൻ അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ പറഞ്ഞു, അവരുടെ വരുമാനമല്ലേ, അവരെ ഒന്ന് സഹായിക്കണ്ടേ? നീ സഹായിച്ചോളൂ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ കൊടുത്തോളൂ, പക്ഷെ നീ ദൈവത്തെ തള്ളിപ്പറയരുത്, 1-ാം പ്രമാണം നീ ലംഘിക്കരുത്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സഭയില് സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ഡിസിപ്ലിനായിട്ടും ഒരു കൗദാശിക ജീവിതം നയിക്കാൻ അത്ര എളുപ്പമല്ല.
അതിനൊത്തിരി സഹായിക്കട്ടെ. ഈ കൗദാശികമാണ്, ഈ കുർബാനയാണ് പ്രിയ ദൈവ പൈതലെ നിനക്ക് താങ്ങും തണലുമാകുന്നത്. നിന്റെ ശക്തി ഈ കുർബാന തന്നെയാണ്. കൗദാശിക ജീവൻ നയിക്കാനും നിന്റെ പൊതുപൗരോഹിത്യം, ബലിയർപ്പണ, സഹന ജീവിതം നയിക്കാനും നിന്നെ സഹായിക്കുന്നതും ഈ പരിശുദ്ധ കുർബാന തന്നെയാണ്. നീ ഓടി വരേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. നീ പ്രാർത്ഥനയും ആശ്രയവും കണ്ടെത്തേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ്. വേറൊരിടത്ത് പോയാലും നിനക്ക് ഇങ്ങനൊരു ആശ്വാസം ഒരിക്കലും കിട്ടില്ല. ആദിയും വ്യാധികളുമേറുമ്പോൾ, ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ, ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ, നാഥാ നീയൻ ആശ്രയം. ആദിയും വ്യാധികളുമേറുമ്പോൾ, ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ, ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ, നാഥാ നീയൻ ആശ്രയം. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ, തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ, എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ, ഏകനായി നിന്നു തളർന്നിടുമ്പോൾ, ദിവ്യകാരുണ്യമാണെന്നാശ്രയം. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ, ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ രാജനീശോ. ആദ്യത്തെ സക്രാരി എന്നറിയപ്പെടുന്ന പരിശുദ്ധ മറിയം, ഉദരത്തിൽ ഈശോയെ ഉരുവായ അങ്ങനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ മറിയം, കുരിശിൽ നിറക്കിയ ശരീരം, മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം ആദ്യമായി മടിയിലേക്ക് സ്വീകരിച്ചത്, അതായത് ആദ്യമായി പരിശുദ്ധ കുർബാന തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് പരിശുദ്ധ മറിയമാണ്. ഓ പരിശുദ്ധ മറിയമേ, പരിശുദ്ധ കുർബാനയുടെ ജീവിതം അങ്ങ് നയിച്ചതുപോലെ ജീവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാദ സർവവും കാൽത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സാമോദമാ. ഉയരുമേ കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. ഉയരുമേ കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. അലിവോടെ നാദാ സ്വീകരിക്കൂ, തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത
ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സാധിക്കുന്നത് പോലെ മുട്ടുമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട്
സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാനത്തിൽ മരണം പറഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിലത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.